നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജപ്പാനിലെ ജനങ്ങൾ അനുവർത്തിച്ചു പോരുന്ന ചില ലളിത തന്ത്രങ്ങളാണ്. ഇതൊന്നും പുസ്തകങ്ങളിൽ എഴുതി വച്ചത് വായിച്ചു പഠിച്ച കാര്യങ്ങളല്ല. തലമുറകളായി കൈമാറ്റം ചെയ്തു വന്ന ചില നുറുങ്ങുവിദ്യകളാണ്. ജപ്പാനിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു വാക്കാണ് ഒദന്തോ സമ, അഥവാ സൂര്യൻ കാണുന്നുണ്ട് എന്ന വാക്ക്. ജപ്പാനിൽ അമ്മമാർ കുട്ടികളോട് പറയും ഒദന്തോ സമ വ മിതേരു, അതായത് സൂര്യൻ നിന്നെ നോക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തോന്നും കുട്ടികളെ പേടിപ്പിക്കാനുള്ള അമ്മമാരുടെ എന്തോ തന്ത്രമാണ് ഇതെന്ന്. എന്നാൽ വളരെ അർത്ഥവത്തായ ഒരു രഹസ്യം ഈ വാക്കിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താണ് സൂര്യൻ നിങ്ങളെ നോക്കുന്നുണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. സൂര്യൻ എന്നാൽ ആകാശത്തുള്ള സൂര്യൻ അല്ല, നമ്മുടെ ഉള്ളിലെ സൂര്യൻ, അതായത് നമ്മുടെ മനസാക്ഷി. ജപ്പാൻകാർ പറയും, നമ്മൾ എന്ന വ്യക്തിയെ നിർണയിക്കുന്നത് സമൂഹത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചല്ല, മറിച്ച് ആരും കാണാനില്ലാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. രാവിലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ആരും നോക്കുന്നില്ല എന്ന് കരുതി കയ്യിലുള്ള പ്ലാസ്റ്റിക് കവർ വലിച്ചെറിയുമ്പോൾ, ഓഫീസിൽ മേലധികാരി ഇല്ലാത്തപ്പോൾ ജോലിയിൽ ഉഴപ്പ് കാണിക്കുമ്പോൾ, വീട്ടിൽ ഭാര്യ കാണുന്നില്ല എന്ന് കരുതി കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ, ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അടുത്ത തവണ ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒരു ചോദ്യം സ്വയം ചോദിക്കൂ. ഞാനിപ്പോൾ ചെയ്യുന്നത് നാളെ ഞാൻ ജീവിക്കാൻ പോകുന്ന ലോകത്തെ കുറച്ചുകൂടി നല്ലതാക്കുമോ? ഞാനെന്ന വ്യക്തിയെ അത് ഒന്നുകൂടി മികച്ചവനാക്കുമോ? ഉത്തരം അതെ ആണെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക. ഇതാണ് ഒദന്തോ സമയുടെ ആന്തരികാർത്ഥം. പുറത്തുനിന്നുള്ള പോലീസിനേക്കാൾ ഉള്ളിലുള്ള സാക്ഷിയെയാണ് നാം ഭയപ്പെടേണ്ടത്. ഇനി ജപ്പാനിലെ മറ്റൊരു വാക്ക് പരിചയപ്പെടാം. തോക്കു എന്നാണ് ആ വാക്ക്. അതിൻ്റെ അർത്ഥം പുണ്യം അടുക്കി വയ്ക്കുക എന്നാണ്. നമ്മൾ പുണ്യപ്രവർത്തികൾ ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവർത്തികളിലൂടെ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ കടന്നു വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ എത്രയേറെ നന്മകൾ ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ നമ്മൾ നിരാശരാകും, ദൈവത്തെ പലപ്പോഴും പഴിക്കും. എന്നാൽ ജപ്പാനിലുള്ളവർ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന നന്മകൾ പാഴായി പോകുന്നില്ല എന്നാണ്. അവർ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തിയും ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന പണം പോലെ കാണണം എന്നാണ്. അതിനെയാണ് അവർ തോക്കു എന്ന് വിളിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് കിടക്ക മടക്കി വയ്ക്കുന്നത് ഒരു തോക്കു, അമ്മയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കുന്നത് ഒരു തോക്കു, വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് ഒരു തോക്കു. ഇത് ചെയ്യുമ്പോൾ ആരും കൈയടിക്കാൻ കാണില്ല. ആരും ഈ പ്രവൃത്തികൾ പ്രകീർത്തിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയുമില്ല. പക്ഷേ പ്രകൃതിയുടെ ആന്തരിക ബോധത്തിൽ ആർക്കും അറിയാത്ത ഒരു അക്കൗണ്ടിൽ ഈ പ്രവൃത്തികൾ നിക്ഷേപിക്കപ്പെടുന്നു. നാളെ നിങ്ങൾക്ക് ഒരു പ്രതിസന്ധി വരുന്ന ഘട്ടങ്ങളിൽ ഉള്ളിൽ നിക്ഷേപിച്ച നിങ്ങളുടെ സമ്പാദ്യമാണ് പ്രകൃതി നിങ്ങൾക്ക് തിരികെ നൽകുന്നത്. ഇത് പണമായിട്ട് തിരികെ ലഭിക്കുമെന്നല്ല വിചാരിക്കേണ്ടത്, മറിച്ച് നിങ്ങൾ തകർന്നു നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും പറയുന്ന ഒരു നല്ല വാക്കായോ, വഴിതെറ്റി അലയുമ്പോൾ ഒരു കൈത്താങ്ങായോ,
ഈ നന്മകൾ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. പെട്ടെന്നുണ്ടാകുന്ന ചില അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ? ആരും സഹായത്തിന് ഇല്ലാത്ത ചില നിമിഷങ്ങളിൽ അപ്രതീക്ഷിതമായ ചില സഹായങ്ങൾ നിങ്ങളെ തേടിയെത്തിയിട്ടുണ്ടോ? എങ്കിൽ ഓർക്കുക, മുമ്പ് എങ്ങോ നിങ്ങൾ ഉള്ളിൽ അടുക്കി വെച്ച ചെറിയ നന്മകളുടെ പലിശയാണത്. ഇന്ന് ഒരു തോക്കുവെങ്കിലും ചെയ്യൂ. നാളെ ആവശ്യം വരുമ്പോൾ പ്രകൃതിയുടെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കുക തന്നെ ചെയ്യും. ഇനി അടുത്തതായി നാം പരിചയപ്പെടുന്ന വാക്കാണ് സകുര. ജപ്പാൻകാർ പറയും, നിങ്ങൾ ഒരു സകുര മൈൻഡ് സെറ്റുള്ള മനുഷ്യനായി തീരുവെന്ന്. എന്താണ് സകുര? എന്താണ് സകുര മൈൻഡ് സെറ്റ്? നമുക്ക് പരിശോധിക്കാം. ജപ്പാനിലെ ദേശീയ പുഷ്പമാണ് സകുര. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പുഷ്പിക്കൂ. പുഷ്പിച്ചു കഴിഞ്ഞാൽ ഏതാനും ദിവസം മാത്രമേ ഇതിൻ്റെ ആയുസ് നിൽക്കുകയുള്ളൂ. ജീവിതം സുന്ദരമാണെന്നും എന്നാൽ അതിന് അല്പായുസ് മാത്രമേ ഉള്ളൂ എന്നുമുള്ള ബുദ്ധമത ദർശനത്തിൻ്റെ പ്രതീകമായാണ് ജാപ്പനീസ് ജനത സകുര പുഷ്പത്തെ കാണുന്നത്. ജപ്പാനിൽ പുതിയ അധ്യയന വർഷവും സാമ്പത്തിക വർഷവും ആരംഭിക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ്, അതായത് സകുര വിരിയുന്ന സമയത്ത്. അതിനാൽ പുതിയ തുടക്കങ്ങളുടെയും പ്രതീക്ഷയുടെയും പ്രതീകം കൂടിയാണത്. വസന്തകാലത്ത് സകുര പൂക്കൾ വിരിയുമ്പോൾ അത് ആഘോഷിക്കാൻ ജപ്പാനിലെ ജനങ്ങൾ ഒത്തുകൂടുന്നു. ഈ ആചാരത്തെ അവർ ഹനാമി എന്നാണ് വിളിക്കുന്നത്. സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പൂത്തുനിൽക്കുന്ന ചെടികൾക്ക് അരികിലിരുന്ന് ഭക്ഷണം കഴിച്ചും സൗഹൃദം പങ്കുവച്ചും ഇത് ആഘോഷിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ, പ്രകൃതിയുടെ സൗന്ദര്യത്തെയും ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെയും വിലമതിക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സുന്ദരമായ വാക്കാണ് സകുര. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടെൻഷൻ എന്താണ്? എല്ലാം എന്നും ഇങ്ങനെ നിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. കുട്ടികൾ വലുതാകരുത്, ജോലി പോകരുത്, ആരോഗ്യം കുറയരുത്. ഇപ്പോൾ നമ്മൾ സന്തോഷിക്കുന്ന എന്തും എന്നും നമ്മോടുകൂടി ഉണ്ടായിരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. സകുര പറയുന്നത് നേരെ തിരിച്ചാണ്. നമ്മൾ വിലപ്പെട്ടതായി കരുതുന്ന എല്ലാം കൊഴിഞ്ഞു പോവുക തന്നെ ചെയ്യും. അതിനാൽ അവ നമ്മോട് കൂടെയുള്ള സമയത്ത് അതിനെ വിലപ്പെട്ടതായി കരുതുക. ആ നിമിഷങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക എന്നാണ് സകുര പറയുന്നത്. നിങ്ങളുടെ മകൻ്റെ 10ാം വയസ്സ് ഒരിക്കലും തിരിച്ചു വരില്ല. നിങ്ങളുടെ അമ്മയുടെ ഇന്നത്തെ ചിരി നാളെ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അവരോട് കൂടെയുള്ള നിമിഷങ്ങൾ ഏറ്റവും സന്തോഷപൂർണ്ണമായി ചിലവഴിക്കുക. അതുപോലെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളും പൂർണ്ണതയിൽ ആസ്വദിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ഫോണിൽ നോക്കാതെ ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞ് കഴിക്കുക. യാത്ര ചെയ്യുമ്പോൾ ആസ്വദിച്ച് യാത്ര ചെയ്യുക. മനോവിചാരങ്ങളിൽ മുഴുകാതെ ഓരോ നിമിഷത്തെയും പൂർണ്ണമായി ആസ്വദിക്കുക. പൂക്കൾ കൊഴിയുന്നത് കണ്ട് ജപ്പാൻകാർ കരയുന്നില്ല. അവർ ഹനാമി നടത്തുന്നു. പൂക്കൾക്ക് താഴെയിരുന്ന് ചിരിക്കുന്നു. കാരണം അവസാനമുണ്ട് എന്ന് അറിയുമ്പോഴാണ് തുടക്കത്തിന് സൗന്ദര്യമുണ്ടാകുന്നത്. ഇതാണ് സൗകര്യയുടെ ആന്തരിക രഹസ്യം. ഇനി ജപ്പാൻകാർ ഉപയോഗിക്കുന്ന വളരെ മനോഹരമായ മറ്റൊരു വാക്ക് പരിചയപ്പെടാം. നഗൈമ എന്നതാണ് ആ വാക്ക്. ഭൂതകാലത്തെയും ഭാവികാലത്തെയും ഒഴിവാക്കി ഇപ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. നമ്മൾ ഭൂതകാലത്തിൽ ചെയ്ത പ്രവൃത്തികളുടെ ഫലമാണ് നല്ലതായാലും ചീത്തയായാലും നമ്മൾ ഈ വർത്തമാനകാലത്തിൽ അനുഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വർത്തമാനകാലത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. ഭൂതകാലത്തെക്കുറിച്ചുള്ള സങ്കടങ്ങളോ ഭാവികാലത്തെക്കുറിച്ചുള്ള ആകുലതകളോ ഇല്ലാതെ കൈവന്ന ഈ നിമിഷത്തെ ആദരവോടെയും നന്ദിയോടെയും സ്വീകരിക്കുക എന്നതാണ് ഇതിൻ്റെ സന്ദേശം. നിങ്ങൾക്ക് പണക്കാരനാകണോ? ഇപ്പോൾ സമ്പാദിക്കാൻ തുടങ്ങൂ. അത് നിങ്ങളുടെ ഭാവിയെ ശോഭനമാക്കും. ചിലർ പറയാറില്ലേ, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല, അതിനാൽ ഞാൻ കഷ്ടത അനുഭവിക്കുന്നുവെന്ന്. നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങളെക്കുറിച്ചും അത് പറയാതിരിക്കാൻ ഈ വർത്തമാനകാലത്തിൽ തന്നെ നിങ്ങൾ സമ്പാദിക്കാൻ തുടങ്ങും.
നഗയിമ പറയുന്നു, ഭൂതകാലത്തെ കുറ്റപ്പെടുത്തേണ്ട, ഭാവിയെക്കുറിച്ച് പേടിക്കേണ്ട. നീ ചെയ്യേണ്ടത് ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലുള്ള ഈ നിമിഷത്തെ ബഹുമാനിക്കുക എന്നതുമാത്രമാണ്. രാവിലെ ഉണരുമ്പോൾ എനിക്ക് ദൈവം തന്ന എൻ്റെ ശരീരത്തെയും സമയത്തെയും ഇന്ന് എങ്ങനെ ഉപയോഗിക്കും എന്ന് സ്വയം ചോദിക്കൂ. രാത്രി കിടക്കുമ്പോൾ ഞാൻ നാളത്തെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് എന്ത് ചെയ്തു എന്ന് ചോദിക്കൂ. ജപ്പാനിലെ വളരെ പ്രസിദ്ധമായ മറ്റൊരു വാക്കാണ് ഷോഷിൻ. ഇതിൻ്റെ അർത്ഥം തുടക്കക്കാരൻ്റെ മനസ്സ് ഒരിക്കലും മറക്കരുത് എന്നാണ്. ഒരു കാര്യം ആദ്യമായി പഠിക്കാൻ തുടങ്ങുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ആകാംക്ഷയും വിനയവും തുറന്ന മനസ്സും എപ്പോഴും നിലനിർത്തുക എന്നതാണ് ഇതിൻ്റെ പിന്നിലെ തത്വം. ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് എല്ലാം അറിയാമെന്ന ഭാവം ഉപേക്ഷിക്കുക. അറിവുള്ളവർ പോലും താൻ ഒന്നും അറിയാത്ത ഒരു തുടക്കക്കാരനാണെന്ന് കരുതിയാൽ മാത്രമേ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. പുതിയ ആശയങ്ങളെയും കാഴ്ചപ്പാടുകളെയും സ്വീകരിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കുക. പഠനത്തോടും ജോലിയോടും എപ്പോഴും ബഹുമാനവും വിനയവും പുലർത്തുക. നമ്മൾ ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം കൗതുകമാണ് ഉണ്ടാവുക. പിന്നെ കുറച്ചു കഴിയുമ്പോൾ അഹങ്കാരം വരും. എനിക്ക് എല്ലാം അറിയാമെന്ന് തോന്നും. ആ നിമിഷം നമ്മുടെ വളർച്ച നിൽക്കുന്നു. ഷോഷിൻ പറയുന്നു, നിങ്ങളുടെ കപ്പ് എപ്പോഴും കാലിയാക്കി വയ്ക്കും. ഡോക്ടറായാലും ഡ്രൈവറായാലും അമ്മയായാലും ഇന്ന് എനിക്കെന്ത് പുതിയത് പഠിക്കാനുണ്ട് എന്ന് സ്വയം ചോദിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് സംസാരിച്ച എല്ലാ കാര്യങ്ങളും ചുരുക്കത്തിൽ ഒരിക്കൽ കൂടി പറയാം. ആരും കാണാത്തപ്പോഴും ശരി ചെയ്യുക. കാരണം നിങ്ങളുടെ പ്രവൃത്തികളാണ് നിങ്ങളെ നിർമ്മിക്കുന്നത്. ചെറിയ നന്മകൾ അടുക്കി വയ്ക്കുക. കാരണം അതാണ് നിങ്ങളുടെ യഥാർത്ഥ ബാങ്ക് ബാലൻസ്. എല്ലാം കടന്നുപോകും എന്ന തിരിച്ചറിവിൽ ഈ നിമിഷത്തിലെ സന്തോഷങ്ങളെ പൂർണ്ണമായി അനുഭവിക്കുക. ഭൂതകാലത്തിനും ഭാവി കാലത്തിനുമിടയിൽ വർത്തമാനകാലത്തുള്ള ഒരു കണ്ണിയാണ് നിങ്ങളെന്ന് ഓർത്ത് ഉത്തരവാദിത്തത്തോടെ ജീവിക്കുക. എപ്പോഴും ഒരു കുട്ടിയെപ്പോലെ പഠിച്ചുകൊണ്ടിരിക്കുക. ജപ്പാൻകാർ ഇത്തരം ചിന്തകളെ കൈസൻ എന്ന് വിളിക്കും. ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാം എന്നാണ് അവർ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലെ സൂര്യൻ ഇപ്പോഴും നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങളെ വിധിക്കാൻ അല്ല, നിങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. ഈ വീഡിയോ മുഴുവൻ കണ്ടുവെങ്കിൽ നിങ്ങൾക്ക് 1000 നന്ദി. കാരണം പ്രപഞ്ചം അനുവദിച്ചതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇവിടെ ഇത് കേൾക്കാൻ ഉണ്ടായിരുന്നത്.